ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സ്നേഹ. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കുഴിമന്തിയാണ്. അപ്പം നമുക്ക് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് ബീഫ് കുഴിമന്തി തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത്യാവശ്യം നെയ്യുള്ള ബീഫാണ് ഏറ്റവും നല്ലത്. അത് ഇതുപോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് വേവിച്ചെടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 മാഗി ചിക്കൻ ക്യൂബും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഇൻഗ്രീഡിയൻസും ബീഫിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്യാം. ഈ കുക്കറൊന്ന് മൂടി ഹൈ ഫ്ലെയിമിൽ 1 വിസിലും മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റും നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്ക് കുക്കറൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നമ്മൾ ഒട്ടും തന്നെ വെള്ളം വെച്ചിട്ടില്ലായിരുന്നു. അത്യാവശ്യം വെള്ളവും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു 80% നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. ഈ വെള്ളം നമുക്ക് റൈസ് വേവിക്കുമ്പോൾ വളരെ അത്യാവശ്യമാണ്. ഇനി നമുക്ക് ഒരു 80% വേവിച്ച് വെച്ചിരിക്കുന്ന ഈ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരിക്കലും കൊക്കനട്ട് ഓയിൽ ഇതിനു വേണ്ടി യൂസ് ചെയ്യരുത്. ഓയിൽ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകം മതി, ഒത്തിരി ഫ്രൈ ആക്കരുത്. ഇനി നമുക്ക് വളരെ ഈസി ആയിട്ട് നമ്മുടെ ബീഫ് കുഴിമന്തി റൈസ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇതിലേക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഒരു 4 ചെറിയ പീസ് പട്ട, 5 ഗ്രാമ്പു, 6 ഏലയ്ക്ക, 1 ടീസ്പൂൺ വലിയ ജീരകം, 1/2 ടീസ്പൂൺ കുരുമുളക്, ഒരു ഡ്രൈ ലൈം, ചിക്കൻ മാഗി ക്യൂബ് എന്നിവ നമുക്ക് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരല്പസമയം ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 2 മീഡിയം സൈസ് സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കണം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മന്തി മസാലപ്പൊടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഒരു 2 കപ്പ് ബീഫ് വേവിച്ച വെള്ളമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അത് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്.
ഒരു ഹാഫ് ലെമൺ ജ്യൂസും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റൈസിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്കിതിലേക്ക് 4 കപ്പ് തിളച്ച വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഗ്രേവി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ കഴുകി വൃത്തിയാക്കി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിയതിനു ശേഷം വീണ്ടും അതിൻ്റെ വെള്ളം എല്ലാം കളഞ്ഞ് എടുത്ത റൈസാണിത്. നമുക്കിതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ റൈസും ഗ്രേവിയും നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം മീഡിയത്തിലേക്ക് ആക്കിയതിന് ശേഷം ഇതൊന്ന് മൂടി വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, നമ്മുടെ റൈസ് വെള്ളം എല്ലാം പറ്റി നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആർട്ടിഫിഷ്യൽ കളർ ഫ്ലേവേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. അതിന് പകരം നമ്മളൊരൽപ്പം മഞ്ഞൾപ്പൊടി ഒരൽപ്പം വെള്ളത്തിൽ ചേർത്ത് ഇതിലേക്ക് ഒരു യെല്ലോ കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ റൈസ് നല്ല പെർഫെക്റ്റ് കളറായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഈ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് നമ്മുടെ റൈസിൻ്റെ സെൻറ്ററിലായിട്ട് ജസ്റ്റ് ഒരു കുഴി ഉണ്ടാക്കി ഈ ബീഫ് ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഈ റൈസ് യൂസ് ചെയ്തിട്ട് ഇത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുക്കണം. നമ്മുടെ ബീഫ് റൈസ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സെൻറ്ററിലായിട്ട് ഒരു ചെറിയ കുഴിവുണ്ടാക്കിയിട്ടുണ്ട്. നമുക്കതിലേക്ക് കനലൊന്ന് ഇറക്കി വെക്കണം. കാരണം നമ്മുടെ കുഴിമന്തിയുടെ പെർഫെക്ഷൻ ഒരു സ്മോക്കി ടേസ്റ്റ് കിട്ടുമ്പോഴാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്നും ഓൺ ചെയ്യേണ്ട കാര്യമില്ല. ഇതിലേക്ക് ഒരല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് മൂടി ഒരു 5 മിനിറ്റ് സമയം വെയിറ്റ് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ബീഫ് കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പേര് കേൾക്കുമ്പോൾ ഒരു വലിയ സംഭവമാണെന്നൊക്കെ തോന്നും. പക്ഷേ ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.